ഓരോ പത്രങ്ങളും വളരെ വ്യത്യസ്തമായ തലക്കെട്ടുകളിട്ട ദിവസം കൂടിയാണെന്ന് പറയാം. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, ആ വാർത്തകളുടെ വിഭിന്നത കൊണ്ട് തന്നെയാണ്. വളരെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഒന്നാം പ്രധാനപ്പെട്ട വാർത്തകൾ വന്ന ദിവസം എന്ന് തന്നെ പറയേണ്ടി വരും. ഓരോ പത്രത്തിനും സവിശേഷമായ വാർത്താ പ്രാധാന്യത്തിൽ മറ്റ് പലതരത്തിലുള്ള വിഷയങ്ങളെ അവർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ദിവസം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ന് മലയാള മനോരമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അവർ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. പ്രധാനപ്പെട്ട വാർത്ത അതാണ്. പക്ഷേ മറ്റ് പല പത്രങ്ങളിൽ ഈ വാർത്തയില്ല. കാരണം ഇത് മനോരമ ഒരു പ്രത്യേക റിപ്പോർട്ട് എന്ന രീതിയിൽ നൽകിയിരിക്കുന്നു. ചില പത്രങ്ങൾ മാത്രം ഉൾപേജിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. അതായത് തദ്ദേശ പട്ടിക വോട്ടർമാരുടെ എണ്ണത്തിൽ ദുരൂഹമായ ഇടിവ് എന്ന് 10 ലക്ഷം പേർ പുറത്ത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം സംഭവിക്കുന്നു. അപ്പോൾ നിയമസഭാ വോട്ടർ പട്ടികയേക്കാൾ തദ്ദേശ പട്ടികയിൽ 10.42 ലക്ഷം കുറവ് എന്നുള്ള ഒരു വാർത്തയാണ്. ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ വാർത്ത കാരണം ഈ വോട്ടർ പട്ടിക സ്കൂട്ടറി നടക്കുന്ന സമയം, മറ്റൊന്ന് വാർഡുകളുടെ വിഭജനം സംബന്ധിച്ച് അത് പുനർനിർണ്ണയം നടക്കുന്ന സമയം, പട്ടികയിൽ പേര് ചേർക്കേണ്ട ആളുകൾ ഇനിയും ഉണ്ടാവും. കാരണം നമുക്കറിയാം ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോകുന്നതിൻ്റെ വോട്ടർ പട്ടിക വിവാദം നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയത്താണിത്. ഏതായാലും ഇതിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിലുള്ള ഈ ഇടിവിനെക്കുറിച്ചും ആ ഇടിവിനെക്കുറിച്ചുള്ള വാർത്തയുടെ സ്പ്ലിറ്റ് ഉൾപേജുകളിൽ കൊടുത്തിരിക്കുന്നു. കാരണം 6443 ബൂത്തുകളിൽ 1000-ലേറെ വോട്ടർമാർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആശങ്കകൾ BLOമാരുടെയും ഒപ്പം ഉദ്യോഗസ്ഥർ പറഞ്ഞതും, പിന്നെ പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇത് സംബന്ധിച്ചുള്ള ചില പരാതികളും വിമർശനങ്ങളും അടക്കം ഏതായാലും നൽകിയിരിക്കുന്നു മലയാള മനോരമ. മാതൃഭൂമിയിലേക്ക് ഞാൻ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകളോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ പ്ലേസ് ചെയ്ത വാർത്തയിലേക്കോ മാത്രം പോവുകയാണ്. കാരണം അതിനുശേഷം ഉൾപേജിലെ മറ്റ് വാർത്തകളിലേക്ക് വരാം. വെടിനിർത്തി എന്നാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ മുഖ്യമന്ത്രിയും ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയുടെ തലക്കെട്ട്. നമുക്കറിയാം ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടും പുതിയ ഗവർണർ വന്നതിന് ശേഷം തുടക്കത്തിൽ വലിയ ഭിന്നതയോ അകൽച്ചയോ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉള്ളതിന് വ്യത്യസ്തമായ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സാഹചര്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഭാരതാംബ വിവാദം വന്നു. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി, SFIയുടെ പ്രതിഷേധമടക്കം. ഏതായാലും ഈ വിവാദങ്ങൾക്ക് ഇടയൊക്കെ ദിനങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. വളരെ സൗഹൃദപരമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന് തന്നെ പറയാം. ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ വാർത്ത മറ്റു പത്രങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. വീക്ഷണം അടക്കം നൽകിയിരിക്കുന്നു. ഒത്തുതീർന്നു എന്ന് വീക്ഷണം, ഒക്കെ ചങ്ങായിമാരായി എന്നാണ് വീക്ഷണം പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. രാജ്ഭവനിൽ നടന്നത് BJPയുമായുള്ള ഒത്തുതീർപ്പാണ് എന്ന് വീക്ഷണത്തിൻ്റെ തലക്കെട്ടിലുണ്ട്. സമവായ പാതയിലാണെന്ന് മുഖ്യമന്ത്രി ഗവർണറുമെന്ന് ഏതായാലും കേരള കൗമുദി പത്രം നൽകിയിരിക്കുന്നു. ഈ വാർത്ത വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം നിരവധി വാർത്തകൾ എന്ന് ഞാൻ പറയാൻ കാരണം, ഒന്ന് ആലപ്പുഴയിലെ സ്കൂൾ കെട്ടിടം തകർന്നു വീണ വാർത്തയുണ്ട്. പാർലമെൻറ്റ് സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കം, അല്ലെങ്കിൽ ഒപ്പം ബീഹാറിലെ പോൾ റിവിഷൻ അടക്കം ചർച്ചയാകുമെന്നുള്ള വാർത്തയുണ്ട്. ഒപ്പം ധർമ്മസ്ഥലയിലെ SIT രൂപീകരിച്ച കൂട്ടക്കൊലപാതക ആരോപണത്തിൽ SIT രൂപീകരിച്ച വാർത്തയുണ്ട്. അത് സിറാജ്, ഒന്നാം പേജിലെ സിറാജിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ SIT അന്വേഷണം എന്നുള്ള വാർത്തയാണ്. ഒപ്പം ഇതൊന്നുമല്ലാത്തൊരു വാർത്ത, ദേശാഭിമാനി വലിയ പ്രാധാന്യത്തിൽ ഒന്നാം പേജ് നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ ആംബുലൻസ് തടകി ആദിവാസി യുവാവ് ചികിത്സ വൈകി മരിച്ചു എന്നുള്ള ഒരു വാർത്ത ആണ് ദേശാഭിമാനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒന്നാം പേജിൽ അവർ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടെ കണക്കിലെടുത്തുള്ള ഒരു അവതരണ രീതിയിലേക്ക് ഏതായാലും ദേശാഭിമാനി ഈ വാർത്തയെ കൊണ്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. ബിദുരയിലാണ് സംഭവം. ഈ ഇക്കാര്യത്തിൽ ഒരു വലിയ വിവാദം സംഭവിക്കാനിടയുള്ള തരത്തിലേക്കുള്ള ഒരു ആരോപണമായി ആ വാർത്തയെ തന്നെ കാണേണ്ടി വരും. ഒപ്പം ഒന്നാം പേജിൽ ഇന്ന് മാധ്യമവും ദേശാഭിമാനിയും ഗാസ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാരണം ഭക്ഷണം തേടിയെത്തിയ 73 പേരെ കൊന്നു എന്നുള്ള ഗാസയിലെ വാർത്തയുണ്ട്. ഈ വാർത്തയുടെ ഇത് തന്നെയാണ് കൊടുംപട്ടിണി, ഗസയിൽ 2 കുഞ്ഞുങ്ങൾ മരിച്ചു എന്നുള്ളൊരു വാർത്തയും, ഒപ്പം ഈ ഭക്ഷണമായി ഉണ്ടായ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോയവിടത്തേക്ക് നടത്തിയിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം സംബന്ധിച്ച വാർത്ത ഇന്ന് മാധ്യമം അടക്കം നൽകിയിരിക്കുന്നു. ഏതായാലും പലതരം വാർത്തകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ
ഓഫീസുകളിലെല്ലാം നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധനയാണ്. അത് സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടുകൂടെ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. കാരണം നിരവധി മറ്റ് ഒരുപാട് ഈ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടും കൈക്കൂലിയുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു ഈ റെയ്ഡിൽ എന്നാണ് ആ വാർത്തകൾ പറയുന്നത്. ഏതായാലും ഒപ്പം ഇന്ന് ഒന്നാം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ മാതൃഭൂമി നൽകിയ ഒരു വാർത്ത, ഉറങ്ങുന്ന രാജകുമാരൻ ഇനി ഉണരില്ല എന്നൊരു വാർത്ത ഒന്നാം പേജിലുണ്ട്. അതായത് കാർ അപകടത്തെ തുടർന്ന് 20 വർഷം അബോധാവസ്ഥയിലായിരുന്ന സൗദി രാജകുമാരൻ ബിൽ തലാൽ വിട പറഞ്ഞു എന്നുള്ളൊരു വാർത്തയ്ക്ക് വലിയ പ്രാധാന്യത്തോടുകൂടെ ഏതായാലും മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഒപ്പം നമുക്ക് ഇതിൻ്റെ ഉൾപേജുകളിലേക്ക് പോയാലും നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസത്തെ അതുല്യയുടെ മരണം സംബന്ധിച്ച വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ, അവരുടെ മരിച്ച അതുല്യയുടെ ഭർത്താവ്, അവരുടെ പഴയ ചിത്രങ്ങൾ, ഒപ്പം ഭർത്താവിൻ്റെ ഒരു വേർഷൻ സംബന്ധിച്ചൊക്കെ ഇന്ന് പത്രങ്ങൾ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. പക്ഷേ 11 വർഷത്തെ വർഷമെടുത്ത കൊല്ലാക്കൊലൊടുവിൽ കൊലയ്ക്ക് കൊടുത്തു എന്ന് മാതൃഭൂമി ഉൾപേജിൽ വളരെ പ്രാധാന്യത്തിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നു. അതിൽ അതുല്യയുടെ അമ്മയുടെ പ്രതികരണം അടക്കം ഏതായാലും പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു. ഉൾപേജിൽ ഇന്ന് ലോക്സഭയിൽ എന്തൊക്കെ തരത്തിൽ വലിയ വിവാദം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ളത് സംബന്ധിച്ച വാർത്തയുണ്ട്. മനോരമയുടെ സ്പോർട്സ് പേജിലേക്ക് വന്നാൽ മെസ്സിഹാസം എന്ന് പറഞ്ഞ് പെനാൽറ്റിയിൽ അല്ലാതെയുള്ള ഗോളുകളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടന്ന് ലയണൽ മെസ്സിയെക്കുറിച്ചുള്ള ഒരു വാർത്ത മലയാള മനോരമ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയെ സംബന്ധിച്ച് ഫോർമുല 1 സീസണിൻ്റെ മാക്ലാരൻ ഷോ എന്ന് പറഞ്ഞ്, അതായത് ഫോർമുല 1 സീസണിൽ കുതിക്കുന്ന മാക്ലാരൻ ടീമിനെ കുറിച്ചുള്ള വാർത്തയ്ക്ക് ഏതായാലും അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നു. മാധ്യമം, ഞാൻ നേരത്തെ പറഞ്ഞു, മാധ്യമത്തിൻ്റെ ഒന്നാം പേജ് ഇപ്പോൾ ചൈനീസ് ജലബോംബ് എന്നൊരു വാർത്ത വീക്ഷണം നൽകിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരം വിഷയങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്താണ്, ഇന്ത്യക്കെതിരെ ചൈനയുടെ വാട്ടർ ബോംബായി ബ്രഹ്മപുത്രയിലെ കൂറ്റൻ അണക്കെട്ട് എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യത്തിൽ അവർ നൽകിയിരിക്കുന്നു. കേരള കൗമുദിയുടെ ഒന്നാം പേജിൽ വളരെ കൗതുകരമായൊരു വാർത്ത നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം വഴിയിൽ ചവറിട്ടു ഇരട്ടകളായ SIമാർ തമ്മിലടിച്ചു എന്നൊരു വാർത്ത, ഇരുവർക്കും സസ്പെൻഷൻ എന്നുള്ളൊരു വാർത്ത ചേലക്കരയിൽ നിന്ന്. അതായത് പഴയന്നൂർ സ്റ്റേഷനിലെയും വടക്കാഞ്ചേരി സ്റ്റേഷനിലെയും ഗ്രേഡ് SIമാരാണ് ഈ തമ്മിലടി നടത്തിയ ആശാന്മാർ. എന്തായാലും അവർക്കെതിരെ നടപടി വന്നിരിക്കുന്നു. ഇന്ന് വെള്ളാപ്പള്ളിയുടെ പ്രതികരണമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയാവുന്നത്. ഇന്നലെ നടത്തിയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിഭാഗത്തെക്കുറിച്ച് നടത്തിയ പരാമർശം, ഈ വാർത്ത വലിയ പ്രാധാന്യത്തിൽ തന്നെ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. വീണ്ടും വിവാദ പ്രസംഗവുമായി വെള്ളാപ്പള്ളി എന്ന് മാധ്യമം നൽകിയിരിക്കുന്നു. വെള്ളാപ്പള്ളിക്ക് വളമിടുന്നത് CPM എന്ന് ചന്ദ്രികയുടെ ഒന്നാം പേജിൽ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത് വലിയ ഒരു രാഷ്ട്രീയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വരും ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങളെല്ലാം വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒപ്പം കേരള കൗമുദിയിൽ നിന്ന് മറ്റൊരു ചിത്രം കൂടിയുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശനും മന്ത്രി VN വാസവനും ഇരിക്കുന്ന ഒരു ചിത്രം അവരേതായാലും ഉൾപേജിൽ അവർ തമ്മിൽ ചിരിച്ച് സംസാരിക്കുന്നൊരു ചിത്രം കൂടെ കൊടുത്തിരിക്കുന്നു. ആ യോഗത്തിലാണ് മുസ്ലിം സമുദായത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെക്കുറിച്ച് വളരെ പ്രകോപനപരമായിട്ടുള്ള അല്ലെങ്കിൽ വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചത്. ആ യോഗത്തിൽ തന്നെ VN വാസവൻ വീണ്ടും വെള്ളാപ്പള്ളിയെ വലിയ രീതിയിൽ വാനോളം പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ജന്മഭൂമി പത്രത്തിലേക്ക് വരുമ്പം അവരുടെ ഒരു BJPയുടെ ഒരു ആംഗിൾ ഫിക്സ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അതായത് ജന്മഭൂമിയിൽ ഇതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും രാജീവ് ചന്ദ്രശേഖരുമായിട്ടുള്ള ചിത്രം സഹിതമുള്ള വാർത്ത, ആ വാർത്തയ്ക്ക് നൽകിയ പ്രാധാന്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ച്, മുസ്ലിം സമൂഹത്തിലെ പവർ ഫോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യുന്ന പൊളിറ്റിക്സ് അവർ നടത്തുന്നു എന്നുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശനം BJP നേതാവിനെ എൻ്റെ ഒപ്പം ഇരുന്നാണ് എന്നുള്ളൊരു രാഷ്ട്രീയ പ്രസക്തമായ അല്ലെങ്കിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാവുന്ന ഒരു പ്രസ്താവനയായിട്ട് അതിനെ കാണേണ്ടി വരും. ഹിന്ദു പത്രത്തിലേക്ക് ഞാൻ വളരെ വേഗത്തിൽ പോകുന്നത് ഒരു സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടും കൂടെയാണ്. ഓപ്പൺ ടു ഡിബേറ്റ് ഓൺ ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പാർലമെൻറ്റ് എന്ന് ഹിന്ദുവിൻ്റെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത. ഇന്ന് പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങാൻ നിൽക്കെ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള വളരെ
വിസ്തരിച്ചുള്ള അല്ലെങ്കിൽ വിശദമായ വാർത്തയ്ക്കുള്ള ഒരു പ്രാധാന്യം ഏതായാലും ഹിന്ദു നൽകിയിരിക്കുന്നു. ഒപ്പം ഇന്ത്യൻ എക്സ്പ്രസിനെ സംബന്ധിച്ച് ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാർ പോൾ റിവിഷൻ നടക്കുന്നു, ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറുണ്ട്. ഏതായാലും ഈ രണ്ട് വിഷയങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായി പാർലമെൻറ്റിനെ പിടിച്ചു കുലുക്കുക, അത് വലിയ ചർച്ചയാവും എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്ന ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ അവർ നൽകിയിരിക്കുന്നു. ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന, പൊളിറ്റിക്കൽ ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്താവന എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവന, അതിന് വലിയ പ്രാധാന്യം ഇന്ത്യൻ എക്സ്പ്രസ് ഒന്നാം പേജ് നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അവർ ധർമ്മസ്ഥലയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫിക്സ് ചെയ്തിരിക്കുന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതിൽ കൗതുകകരമായൊരു വാർത്ത എന്ന് പറയാവുന്നതോ അല്ലെങ്കിൽ ഒരു ചിത്രം എന്ന് പറയാവുന്നതോ നമ്മുടെ ദുൽഖർ സൽമാൻ തെലങ്കാന മുഖ്യമന്ത്രിയെ കണ്ട ഒരു ചിത്രം, ആ ചിത്രത്തിൽ പ്രാധാന്യത്തോടുകൂടെ വീക്ഷണമടക്കം മറ്റു പത്രങ്ങൾ നൽകിയിരിക്കുന്നു. അവിടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ സന്ദർശനം, അദ്ദേഹത്തിന് സ്വീകരണം, അവിടെ അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതുമായിട്ടുള്ള ഒരു ചിത്രത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ഏതായാലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ നമുക്കറിയാം, നേരത്തെ ഈ സൗദി രാജകുമാരൻ്റെ വാർത്തയ്ക്കും അതിനും മറ്റ് പത്രങ്ങൾ ഉൾപേജുകളിൽ പ്രാധാന്യത്തോടുകൂടെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഗാസയിലെ ഈ പട്ടിണിക്കിടയിലും ഇസ്രായേൽ നടത്തുന്ന ഭക്ഷണ വിതരണത്തിൻ്റെ അവിടെ നടത്തിയിട്ടുള്ള ആക്രമണം സംബന്ധിച്ച വാർത്ത, ഏതായാലും ഷോക്കേറ്റുള്ള മരണം പ്രധാനപ്പെട്ട വാർത്തകളായിട്ടും വലിയ പ്രാധാന്യത്തോടെയും അത്തരം സംഭവങ്ങൾ നിരന്തരം നടക്കുന്ന മണിക്കൂറുകളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അത്തരം വാർത്തകൾ പല പ്രാദേശിക കോളങ്ങളിലടക്കം ഇടം പിടിച്ചിരിക്കുന്നു. സ്കൂളിൻ്റെ ശോച്യാവസ്ഥ സംബന്ധിച്ച് ആലപ്പുഴയിൽ നിന്നുള്ള വാർത്തയ്ക്ക് ഒന്നാം പേജിൽ വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് എഡിറ്റ് പേജുകളിൽ അതിൻ്റെ ഒരു പ്രതികരണങ്ങൾ സിറാജോ, സുപ്രഭാതം അടക്കം അല്ലെങ്കിൽ ചന്ദ്രിക അടക്കം, മാധ്യമം അടക്കമുള്ള പത്രങ്ങൾ പ്രതികരിക്കും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏതായാലും ആ പ്രതികരണങ്ങളില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, വിശകലനങ്ങളെല്ലാം സംഭവിക്കുമെന്ന് തന്നെ കരുതാം. ഏതായാലും വളരെ വ്യത്യസ്തമായ വാർത്തകൾ ഉള്ള ദിവസം, പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ നടക്കുന്നു. ഒപ്പം മഴ, അതിൻ്റെ സ്കൂളുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം. അപ്പോൾ ഈ രീതിയിൽ വളരെ സമഗ്രമായ വാർത്തകൾക്ക് ഇടം നൽകുന്ന ഒരു സമയമോ ദിവസമോ മണിക്കൂറുകളോ ആയിരിക്കും എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഏതായാലും ഞാൻ വളരെ വേഗത്തിൽ ഈ ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് തൽക്കാലം മൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം ആശംസിക്കുന്നു.